അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ത് പറഞ്ഞെങ്കിൽ അതെ നമ്മളുടെ ഹോം ടൂർ വീട്ടിലത്തെ ഹോം ടൂർ ആക്കിക്കൊണ്ടുണ്ട്. അതെ അപ്പോൾ ഹോം ടൂർ ആക്കുമ്പോൾ എല്ലാം റിയലിസ്റ്റിക് ആയിട്ടിരിക്കട്ടെ പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു തോട്ടത്തിലുണ്ടായി. അതെ എസ്റ്റേറ്റിൽ ചെറുപ്പത്ത്. അതെ അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തുടങ്ങാനല്ല ഉദ്ദേശം. അതെ അതെ അവിടെ ഇരിക്കുമ്പോഴാണ് ഈ മക്കളെല്ലാം ജനിച്ചത്. അപ്പോൾ അവിടെ നോക്കാ പറഞ്ഞിട്ട് പണ്ട് നമ്മൾ ജീവിച്ചിട്ടുള്ള സ്റ്റൈലും അറിയാ. അതെ പിന്നെ അമ്മയ്ക്കും അത്രേ ജനിച്ച് വളർന്ന സ്ഥലം നോക്കുമ്പോൾ അതെ ഇപ്പൊ എന്ത് ഫീൽ ആവുന്നില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മനെ കൂട്ടിയിട്ട് ആ സ്ഥലത്തേക്ക് പോയോണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. ചന്തയ്ക്കും പിന്നെ സാധനം കൊണ്ടുവരാനും എല്ലാത്തിനും ഓടി കളിച്ചോണ്ടിണ്ടായ റോഡാണ് ഇത്. ഒരിക്കലും മറക്കാനാവില്ല. ഭയങ്കര റോഡ് പണ്ട് ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ടാറ് പറയുന്നത് കണ്ടിട്ടില്ല. ടാർ റോഡായിരുന്നു. അതെ കാൽക്ക് ചെരുപ്പിട്ടിട്ടില്ല. ചന്ത പറയുമ്പോ അങ്ങോട്ട് ഓടും. അങ്ങ എന്താ നേരത്തെ പോവാനല്ലേ, നടന്നെത്താനല്ലേ. അങ്ങനെ ആ കാലത്തിലാണ് ഇതേ റോഡ് റോഡ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഫുൾ കംപ്ലീറ്റ് മോശമായിരുന്നു. അതെ ഇപ്പൊ റോഡെല്ലാം പുതുക്കിന്. അതെ പിന്നെ അമ്മ ഇപ്പൊ എങ്ങനെയുണ്ട് ഫീൽ അമ്മ ഈ റോഡില്? എത്ര കൊല്ലായി വരാണ്ട് എത്ര കൊല്ലായി എന്ന് പറഞ്ഞാല് 30-40 കൊല്ലായിപ്പ. കണ്ട 40 കൊല്ലത്തിന്റെ ശേഷം അമ്മ ഈ റോഡിൽ കൂടെ വന്നു. അതെ വിട്ട ശേഷം ഇവിടേക്ക് വന്നിട്ടില്ല. ഞാൻ ഇപ്പളാ വരുന്നത്. എന്താ പറഞ്ഞ ഇപ്പോ എങ്ങനെ നല്ല ഫീലില്ലേ? നല്ല ഇന്നിപ്പോ ഫസ്റ്റ് ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോ എങ്ങനെ ഉണ്ടായി ആ പോലെ തന്നെ എനിക്ക് തോന്നുക. ഇതെല്ലാം എത്ര ഓടി കളിച്ചിട്ടുണ്ടാവും പണിയെടുക്കാന്ന്. ഇതന്നെ നമ്മളുണ്ടായ തോട്ടം. അമ്മ പണ്ട് ഒരു ഫിലിമിൽ ആക്ടിങ് ആക്കിയത് ഇതേ എസ്റ്റേറ്റിൽ ഉണ്ടായിട്ടാണ് ഇവിടെ വന്നിട്ട് എന്നെ എംജിആർ കൂട്ടിയിട്ട് പോയത്. എംജിആർ അല്ലപ്പ, എംജിആറിന്റെ പാർട്ടിക്കാരുണ്ടല്ലേ, അവര് ബസ് കൊണ്ടുവരും. ബസ് കൊണ്ടുവന്നിട്ട് രാവിലെ കൂട്ടിയിട്ട് പോകും. വൈകുന്നേരം കൊടുന്നിട്ട് ഞങ്ങളെ ഇവിടെ എത്തിക്കൂ. നാഷ്ടയും ഉച്ചത്തെ ചോറും 4 മണിന്റെ ചായ എല്ലാം അവിടെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരിക. പണ്ട് തോട്ടത്തിന്റെ പൂജ നടന്നുകൊണ്ടേ കൊല്ലത്തിനൊരിക്ക ആടെല്ലാം ഇവിടെ നേർച്ചയാക്കിയിട്ടുണ്ടാവും. ആടെല്ലാം കൊത്തിയിട്ട് ഇവിടെ വലിയൊരു പൂജ ആക്കിയിട്ട് കൊല്ലത്തിനൊരിക്കലാണ്. ഇതാ ഈ ചിറയിലാണ് ഞങ്ങൾ തുണി അളക്കാൻ വരുന്നത്. ആഴ്ചയ്ക്ക് ഒരിക്കയോ 2 പ്രാവശ്യമോ പനി വേഗം വിട്ട ഓടി വരും തുണീൻ്റെ മൂട്ട കയറ്റിക്കൊണ്ട്. ഇതാ ഈ ചെറിയാണ്. ഇതെല്ലാം മറക്കാനില്ല. അമ്മയ്ക്ക് എല്ലാം ഇപ്പോൾ ഈ തോട്ടത്തിൻ്റെ പഴയ ഓർമ്മകളെല്ലാം വന്നുകൊണ്ട് പഴയ ഓർമ്മ പൂജ. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഇവിടെ നിന്ന് വിട്ടുപോയ ആൾക്കാർക്കെല്ലാം ഒരു ഓർമ്മ ഉണ്ടാവല്ലേ? അങ്ങനെ ഇപ്പൊ വന്നിട്ട് നോക്കുമ്പോ ദുഃഖവും വരുന്നുണ്ട്, സന്തോഷവും വരുന്നുണ്ട്. കൊല്ലത്തിനൊരിക്കൽ മക്കൾക്കെല്ലാം പുതിയ തുണി എടുത്തിട്ട് നമ്മൾക്ക് പൂജ വന്നെന്ന് പറഞ്ഞാ അതിന്റെ അത്ര വലിയ സന്തോഷം ഒന്നുമില്ല. എന്താ പറഞ്ഞാ വലിയൊരു ചടങ്ങ്, വലിയൊരു ചടങ്ങും അത്രയേ കച്ചവടക്കാരും വരൂ. അവിടെ വലിയ പൂജ ആള് കൂടു, ചുറ്റുവട്ടാരം ഉള്ളവരെല്ലാം പോയിട്ട് കൂടുതലാണ്. അന്ന് ചോറുണ്ടാവും. ആടെല്ലാം കൊത്തിയിട്ട് കളം പറയുന്ന സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ഇരുട്ടാവപ്പ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് ചോറെല്ലാം വേവിക്കുമ്പോൾ അതൊരു വേറെ ആശ്വാസം. പിന്നെ ഞങ്ങൾക്ക് ഓടുന്നവർക്ക് ഓടിയിട്ട് പ്രേസ് എടുക്കുക, സൂചിക്ക് നൂലിടുന്നത്, ഇങ്ങനത്തെ സംഗതിയെല്ലാം ഉണ്ടാവും അതിൽ കൊല്ലത്തിനൊരിക്കുക. അങ്ങനെ ഇപ്പോൾ കാണുമ്പോൾ ദുഃഖിക്കലോ ചിരിക്കലോ എനക്കൊന്നും അറിയുന്നില്ല. അങ്ങനെയാണ് ആ തായിൻ്റെ അടുത്ത് വരുമ്പോൾ. അതോ ഇത് എത്ര പഴയ ടെമ്പിൾ പറഞ്ഞെങ്കിൽ അതെ 1968 ഇത് കെട്ടിയിട്ടുള്ളത്. അതെ അതെ അതെ. അങ്ങനെ ഈ ചെറിയും ഇതും ഈ തോട്ടങ്ങളും എല്ലാം കാണുമ്പോൾ
വേറെ സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് മുമ്പിൽ പോയിട്ട് ഇനിയും കാണാം. ഇനിയും കാണപ്പ. പിന്നെ അമ്മേൻ്റെ ഒരു കാപ്പിയെല്ലാം പറിച്ചിട്ട് കാപ്പിയെല്ലാം കൊണ്ടുവന്ന് ഇപ്പോൾ ഉണ്ടായ സ്ഥലം അല്ലമ്മ. അതെപ്പാ രാവിലെ വന്നിട്ട് ഇവിടെ കണക്ക് നിൽക്കൂ, കണക്കെല്ലാം ആയിട്ട് പോലാണ്. അങ്ങനെ ഇതാ കാണില്ലേ, ഇതെല്ലാം കാണുമ്പോൾ കരയാണ്ടിരിക്കാനും പറ്റില്ല. ചെറിയ വയസ്സിൽ ഇവിടെ വന്നതാണ്, വലിയ വയസ്സ് വരെ ഇവിടെ ഉണ്ടായിട്ട് പോയതാണ്. മക്കളെല്ലാം ആയി, മക്കളെല്ലാം വലുതായി. ഇതന്നെ നമ്മൾ പണ്ട് ചെറുതില് ഉണ്ടായ വീടാണ്. അതെങ്കിൽ ഇപ്പൊ അതിന്റെ കോളം എങ്ങനെയുണ്ട് പറഞ്ഞ എങ്ങനെയുണ്ട് നോക്ക്, എങ്ങനെ ഉണ്ടാവും. പൈൻറ്റെല്ലാം അടിച്ചിട്ട് ചുണ്ണാമ്പടിച്ചിട്ട് അത്ര പാങ്ങുണ്ടായ വീടുകളാണ്. ഇതാ ഇപ്പുറത്തൊന്നുണ്ടായി, അതെല്ലാം ഇടിച്ചിട്ടിന്ന് അയാ ഇവിടെയും ഒന്നുണ്ട്. അതെ, അതും എല്ലാം നശിഞ്ഞു പോയി. 40 കൊല്ലം ആവുമ്പോഴേക്ക് എല്ലാം നശിച്ചു പോയി. അങ്ങനെ പോയി, എങ്ങനെ ചേഞ്ച് ആയി പോയിനല്ലമ്മ ഇതല്ലോ. ഇവിടേക്ക് വരുമ്പോ കിട്ടോ എല്ലാവും പോയി. മാത്രമേ ഇതിന്റെ ഉള്ളിൽ പോയിട്ട് കാട്ടണമെന്നുണ്ടായി. ഉള്ളിൽ പോകാൻ എന്തോ മനസ്സില്ല. എത്ര മുയല് വളർത്തിന്ന്. ഇതാ റൂം ഉണ്ടല്ലേ അതിലല്ല. ആയെങ്കിൽ അമ്മ പണ്ടത്തെ ജീവിതം എങ്ങനെ ഉണ്ടായി പറഞ്ഞെങ്കിൽ രണ്ട് റൂമ് ഒരു കോളായി, ഒരു വലിയ റൂമ്, ഒരു കിച്ചണ്, ഒരു കോളായി. അതില് നിന്റെ ഏട്ടന്റെ കല്യാണം കൂടി അത്രയില് ആ കണ്ട ജനങ്ങൾ ചേർന്നിട്ട് കല്യാണം കൂടി ആയിരുന്നു. 4 ആൺകുട്ടികളും അച്ഛനും അമ്മയും എല്ലാം ഉണ്ടായത് ഒരു റൂമില്. കവിത ജനിച്ചതാണ് ഇവിടുന്ന് പോയ ശേഷം. അതെ. അപ്പോ അമ്മയ്ക്ക് പഴയ ഓർമ്മകളെല്ലാം വന്നിട്ട് ഫീലിംഗ് ആവണ്ട. കരയല്ലോ, കരഞ്ഞ നീ ചീത്ത പറയൂ, അത് വേറെ പേടി. ദുഃഖമല്ല മുതിങ്ങിട്ട് കരയാൻ പാടില്ല. അമ്മയ്ക്ക് സന്തോഷമാവാൻ വേണ്ടിട്ടല്ലേ കൂട്ടിട്ട് വന്നേ. സന്തോഷത്തില് ചിരി കളി എല്ലാം വരുന്നത്. നോക്കാപ്പോ നോക്കപ്പാ. ഇതാ ഈ കിച്ചണിക്കെല്ലാം ഇതാ പുല്ല് കച്ചട എല്ലാം കയറിയിട്ട് ഹലാക്കായി. ഇതേല്ല കിച്ചൺ അമ്മ, ഇതന്നെ മിട്ടോ അല്ലമ്മ. എന്നിട്ട് ഇതാ ഇവിടെ ഈ കാണണ്ടല്ല ഈ റൂം, ഇതന്നെ ഒരു റൂം. ആൾ റൂം പറഞ്ഞ ബെഡ്റൂം ഇതന്നെ, ആൾ റൂം ഇതന്നെ. ഇതൊന്ന് കിച്ചണ്. ഇത് ഇത്തരലായിരുന്നു ജീവിതം. രണ്ടേ റൂം. എന്നിട്ട് 6 മണി കഴിഞ്ഞെങ്കിൽ ലൈറ്റ് ഇല്ല. അത് 1-2 കൊല്ലല്ല, എത്രയോ കൊല്ലം അനുഭവിച്ചിന് ആ ജീവിതം ഇപ്പൊ ഓർക്കാൻ കഴിയുന്നില്ല. അപ്പോ നമ്മൾക്ക് അപ്പുറം പോയിട്ട് കാണാലമ്മ. അങ്ങനെ മുമ്പല്ല അവിടെ ഞാനുണ്ടാങ്ക് ഇവിടേക്ക് ഓടി വരൂ. ഇവരുടെ പനിയെല്ലാം ആയാൽ ഞങ്ങളുടെ കോളയിൽ ബാക്കി പറയാന്ന് വരൂ. അപ്പോൾ TV ഇല്ല, ഒരു റേഡിയോ, ഫിലിപ്സ് റേഡിയോ പറഞ്ഞിട്ട് ഇത്ര നീളത്തിൻ്റെ ഒരു റേഡിയോ അച്ഛൻ കൊടുത്തിട്ടുണ്ടായി. ആ പാട്ട് കേൾക്കാൻ എല്ലാവരും വന്നിട്ട് ആ ചെറിയ ഒരു കോളായി നിറച്ചും ഇരിക്കും. വെറും കാപ്പി വെച്ച് കൊടുത്താൽ അത് കുടിച്ചിട്ട് ബാക്കി പറഞ്ഞിട്ട് ചിരിച്ച് കളിച്ച് അവർ എണിച്ചു പോവും. അങ്ങനെയാണ് ഉണ്ടായത് അന്നേരം. ഇപ്പൊ എന്തെല്ലാം വേണോ, ഇപ്പൊ ഓർത്തനെ കണ്ട ഓർത്തൻ നേരിട്ട് ബാക്കിയേ പറയില്ല. സന്തോഷവും ഇല്ല മനസ്സിക്ക്. അപ്പൊ അതൊരു സന്തോഷം വേറെ ഉണ്ടായി. അപ്പോ ഇവിടെ കാണുന്നത് തന്നെ നമ്മളുടെ പണ്ടത്തെ ഓർമ്മ. അതെ, അമ്മനെ അതിനെ ഇവിടെ കൂട്ടിട്ട് വന്നത്. എന്താ പറഞ്ഞ നമ്മളെ 4 ആൺകുട്ടികൾ ജനിച്ചു വളർന്നത് ഇവിടെ. അതെ. പിന്നെ മൂത്തേട്ടനക്ക് കല്യാണമായിട്ട് കുട്ടി കൂടി ഇവിടെ തന്നെ ആയി. അതെ അതെ. പിന്നെ അമ്മന്റെ ഒരു കുറെ കൊല്ലം സർവീസ് ഉണ്ട് ഈ തോട്ടത്തില്. അതെ, കുറെ സർവീസ് ഉണ്ടായി. അവരായിട്ട് പോകാനൊന്നും പറഞ്ഞില്ല. ഞാൻ തന്നെ പിന്നെ കുട്ടികളെല്ലാം പഠിക്കാനോ ഇതിനെല്ലാം ആയി. സൗകര്യം പോരാ പറഞ്ഞിട്ട് ഞാൻ വിട്ടത് അവർക്ക് വിടാൻ മനസ്സുണ്ടായില്ല. സൗകര്യത്തിന്റെ കാര്യം പറയുമ്പോ ഇവിടുത്തെ ജീവിതത്തിന്റെ സ്റ്റൈൽ എങ്ങനെ ഉണ്ടായി പറഞ്ഞാൽ, അതെ, ഒരു റൂമ് വലുത്, ഇനിയൊന്ന് കിച്ചണ്. ഈ ഒരേ ഒരു റൂമില് നമ്മൾ 4 ആൺകുട്ടികളും അച്ഛനും അമ്മയും, അതിന്റെ കൂടെ ബിരുന്നറി ആരെങ്കിലും വന്നാലോ അതേ റൂമിൽ ഉണ്ടായി.
അതെങ്കിൽ അപ്പോൾ ഒന്നും അതിൻ്റെ പറ്റിയിട്ടൊന്നും തോന്നിയുണ്ടായിട്ടില്ല. കോഴി ഉണ്ടായി, മയലുണ്ടായി, എല്ലാം ഉണ്ടായി. ഇപ്പോൾ 4 റൂം 5 റൂം ഉണ്ടെങ്കിൽ ആർക്കും മതിയാവണമല്ല. അതെ. അപ്പോൾ പിന്നെ ഇനിയും ഒന്ന് എന്താ പറഞ്ഞെങ്കിൽ അപ്പോൾ കറണ്ട് വരുന്നതേ ഉണ്ടായിട്ടില്ല. അതെ. എനക്കെല്ലാം ബുദ്ധി വരുന്നവരെ ഇവിടെ കറണ്ടിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. 6 മണി കഴിഞ്ഞെങ്കിൽ സീമെന്നിൻ്റെ വിളക്ക്, അതെ, കെറോസിൻ, അതന്നെ. അങ്ങനെ ഉണ്ടായെങ്കിൽ അതിൻ്റെ സന്തോഷം വേറെ ഉണ്ടായി മോനെ. വിളക്ക് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞാലും കഞ്ഞി കുടിച്ചാലും അപ്പോഴത്തെ സന്തോഷം തന്നെ. മക്കൾ ചെറുതിരിക്കുമ്പോഴും പിന്നെ കഷ്ടം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞാൽ എസ്റ്റേറ്റിലെ ആൾക്കാർ അവരുടെ അടുത്ത് വാക്ക് പറയുന്നതും സന്തോഷിക്കുന്നതും ഒരു പൂജ, ഒരു നല്ല ദിവസം. പിന്നെ ഞങ്ങൾക്ക് ലാസ്റ്റിൽ ഞങ്ങൾക്കൊരു ബോണസ് കൊടുക്കലുണ്ട്. അപ്പം ആള് ചേരലും പൂജ ആക്കലും തുനിക്കാരും അവരും ഇവരും ബെറലും അതൊരു സന്തോഷം വേറെ ഉണ്ടായി. ഇപ്പം അങ്ങനെ ഒന്നുമില്ലല്ലേ, ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരേപോലെ അല്ലേ. പിന്നെ ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞെങ്കിൽ ഹോം ടൂറ്. അതെ. അപ്പോൾ ഈ ഹോം ടൂറ് നമ്മൾ പണ്ട് ഉണ്ടായ സ്ഥലത്ത് നിന്ന് തന്നെ ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ കൂട്ടിയിട്ട് ഇവിടെ വന്നു. അതെ, അതെ, നല്ലതായി. അമ്മേനെ ഇവിടെ കൂട്ടിയിട്ട് വന്ന് കാട്ടണമെന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ടായി. അതെ. എന്താ പറഞ്ഞ ഇനി 2-3 കൊല്ലം കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് കൂടി ഉണ്ടാവും. ആൾറെഡി ഇത് അവിടെ എല്ലാം പൊട്ടിച്ചിട്ടിന്ന്. അതെ. അങ്ങനെ ഇതും പൊട്ടിച്ചെങ്കിൽ അതിന്റെ കൈ മുമ്പിൽ ഒന്ന് കൊണ്ടുപോയി കാട്ടി തരാനുണ്ടായി. ഇപ്പൊ അമ്മയ്ക്ക് കൊണ്ടുവന്ന് കാട്ടി. നല്ലതായി. അമ്മയ്ക്ക് സന്തോഷമായി ദുഃഖമായി. അതെ. അപ്പോൾ ഈ ഹോം ടൂറിന്റെ ഭാഗമായിട്ട് അതെ അടുത്തത് നമ്മളുടെ ഇപ്പം ഇല്ല വീടിനെയും കാണാം. നമ്മളിപ്പോൾ ഇല്ല വീട് ഇത് പറഞ്ഞെങ്കിൽ ഹൈവേന്ന് നേരെ താഴേക്ക്. ഇത് വീട്ടിലേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങിപ്പോയതു പൂച്ചെടിയുണ്ട്. ഒരു ചെറിയ മാങ്ങ മരമുണ്ട്. അവിടെ നിന്ന് ഇവിടേക്ക് വന്നെങ്കിൽ ഒരു ഹാളിൽ ഇതൊരു മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇതൊരു ഫേമസ് പോസ്റ്റർ ഉണ്ട്. നമ്മളുടെ അലിയൻ്റെ ചാനലിൽ അവർ എപ്പോൾ വന്നാലും ഇതൊരു സീൻ ഉണ്ടാവും. അവിടെ നിന്ന് നേരെ പോയെങ്കിൽ ഹായ് അമ്മ, ഇത് നമ്മളുടെ ഹാൾ റൂം. ഇവിടെ വന്നെങ്കിൽ ബെഡ്റൂം. അച്ഛൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇതന്നെ നമ്മളുടെ അച്ഛന്. പിന്നെ ഇതെല്ലാം കളറായിട്ടുള്ളത് എന്താ പറഞ്ഞെങ്കിൽ നമ്മൾ സ്റ്റിക്കർ ഒട്ടിയിട്ടുള്ളത്. അതെ. പിന്നെ ഇവിടെ ഇങ്ങനെ വന്നെങ്കിൽ ഇതൊരു ബെഡ്റൂം. അതെ. ഇത് മക്കളും അച്ഛനും അമ്മയും. ഇതൊരു റൂം. ഇവിടുന്ന് അപ്പുറം പോയെങ്കിൽ അമ്മേന്റെ റൂം. അതെ, അമ്മക്കൊരു റൂം. എല്ലാ കുഞ്ഞു റൂമായാലും എല്ലാവർക്കും ഉണ്ട്. ഇത് അമ്മേന്റെ റൂം. അതെ. ഇതോ സ്റ്റിക്കർ തന്നെ. പിന്നെ നമ്മളുടെ വീട് RCC ഒന്നല്ല, ഇത് ഓടിട്ട വീട് തന്നെ. അതെ. പിന്നെ അവിടെ ഇങ്ങോട്ട് വന്ന ഇതൊരു റൂം. ഇതൊരു റൂം. ഇപ്പൊ പണി വിട്ട് വന്നതാ. ഇതൊരു റൂം. ഇവിടെ നിന്ന് വന്നെങ്കിൽ അമ്മ ഇത് ദൈവത്തിൻ്റെത് ഇവിടെ വെച്ചിന്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നെങ്കിൽ ഇതന്നെ നമ്മളുടെ കിച്ചൺ. ഇത് പാത്ര സ്റ്റാൻഡ്. പിന്നെ നമ്മളുടേത് ഇങ്ങനെയുള്ളൂപ്പാ. ചെറിയ വീടായതുകൊണ്ട് എല്ലാം കുഞ്ഞു സാധനങ്ങളേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് ഇത്ര വീതിക്കുണ്ട് കിച്ചന്. പിന്നെ അടുത്ത ഒരു പ്ലാൻ ഉണ്ട് നമ്മൾക്ക്. ഇവിടെ താഴെ ഇത്ര സ്ഥലമുണ്ട്. ഈ സ്ഥലത്തേക്ക് ഒരു 4 പില്ലർ ഇട്ടിട്ട് വാർത്തെങ്കിൽ ഇപ്പോൾ ഈ കിച്ചൺ എന്തുണ്ട് ആ കിച്ചണിൻ്റെ ലെവലിലേക്ക് ഇവിടുന്ന് പില്ലർ ഇട്ടിട്ട് വാർത്തെങ്കിൽ വരും. പിന്നെ ബാത്റൂമെല്ലാം ഇപ്പോൾ ഈ കോളത്തിൽ അതിനെ റെഡിയാക്കണമെന്നില്ല ഒരു തീരുമാനത്തിലുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മളുടെ അനിയത്തി വരും. അനിയത്തി വരുമ്പോൾ കൊച്ചു കുട്ടിയൊന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ സ്റ്റേ ആക്കണമെന്നില്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഹോം ടൂർ ആയിരുന്നു. അപ്പോൾ ഹോം ടൂർ റിയലിസ്റ്റിക് ആയിട്ടിരിക്കട്ടെ പറഞ്ഞിട്ട്
നമ്മൾ ചെറുതിൽ ജനിച്ച് വളർന്ന സ്ഥലം, അച്ഛനും അമ്മയും കൂലിപ്പണി എടുത്ത സ്ഥലം. അതെ. അപ്പോൾ ആ വീടെല്ലാം പൊട്ടിച്ചോണ്ടുണ്ടായി. അതെ. അപ്പോൾ അതിനെ അമ്മയും കാണട്ടെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയി. എന്താ പറഞ്ഞ് 500 കൊല്ലം കഴിഞ്ഞിട്ട് പോയി അതൊന്നും കാണാൻ കിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് പഴയ ഓർമ്മകളെല്ലാം അവിടെ പോകുമ്പോൾ വന്ന് എന്നിട്ട് അവിടെ അവിടെ നിന്ന് നേരെ നമ്മളിപ്പോൾ ഇല്ല വീട് വന്നിട്ട് അതിനെയും കാട്ടി തന്നാണ്. അതെ അതെ. നമ്മളുടെ ഹോം ടൂറ് റിയൽ സ്റ്റോറി ഇങ്ങനെ തന്നെ ഉള്ളത്. എന്താ പറഞ്ഞാൽ ഈ വീടും അത്ര തന്നെ പണ്ട് അച്ഛനമ്മയും കൂലിപ്പണി എടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതെ അതെ. പിന്നെ അപ്പോഴത്തെ സാഹചര്യത്തിൽ വേറെ സ്ഥലമൊന്നും എടുക്കാൻ നമ്മളിനെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇതിന് മുമ്പൊക്കെ നോക്കാം. ഇപ്പം ഇല്ല തന്നെ നമുക്കിത് അരമന മാതിരി. അരമന. ഇപ്പം ഇല്ല തന്നെ അരമന. ഒന്നുമില്ല, ബാക്കിലൊരു ചെറിയ പണി ബാക്കിയുണ്ട്. അത് എടുത്തെങ്കിൽ ഫുള്ള് കണ്ടീഷനായി. ഇക്കൊല്ലം എടുക്കാനുള്ള പ്ലാനും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അടുത്ത നല്ലൊരു വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. ബൈ.